നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മരണാനന്തര നടപടികൾ ഇനി മുതൽ വേഗത്തിലും എളുപ്പത്തിലും പൂർത്തിയാക്കാം. ഇതിനായി ജാബിർ എന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച് ദുബായ് ഹെൽത്ത് അതോറിറ്റി. ഇതോടെ മരണ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള രേഖകൾക്കായി ഒന്നിലധികം സർക്കാർ സ്ഥാപനങ്ങൾ കയറിയിറങ്ങുന്നത് ഒഴിവാക്കാൻ കഴിയും. ഓരോ മരണവുമായി ബന്ധപ്പെട്ട കേസുകൾക്കും ഒരു സർക്കാർ സേവന ഉദ്യോഗസ്ഥനെ അധികൃതർ നിയോഗിക്കും. ശവസംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ മുതൽ മൃതദേഹം നാട്ടിലയക്കണമെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ വരെ ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കും. രാജ്യത്തെ ജുമുഅ നമസ്കാരത്തിന്റെ സമയത്തിൽ മാറ്റം വരുത്തുന്നു. അടുത്ത വർഷം മുതൽ വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45 ജുമുഅ കുത്തുബ ആരംഭിക്കുക. രാജ്യത്തെ എല്ലാ പള്ളികളിലും പുതിയ സമയക്രമം അനുസരിച്ചാകും നമസ്കാരം നടത്തുക എന്ന് ദുബായ് ഇസ്ലാമിക് അഫയേഴ്സ് എൻവയോൺമെന്റ് ആൻഡ് സക്കാത്ത് ജനറൽ അതോറിറ്റി അറിയിച്ചു. സൗദി അറേബ്യയിൽ മുസ്ലിങ്ങളല്ലാത്ത വിദേശികളായ താമസക്കാർക്ക് ഇനി മുതൽ മദ്യം ലഭിക്കും. 7 പതിറ്റാണ്ടിലേറെ ദീർഘമുള്ള മദ്യനിരോധനത്തിന് അഴിവ് വരുത്തിക്കൊണ്ടാണ് പുതിയ തീരുമാനമെന്ന് വിദേശ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. എംബസി ഉദ്യോഗസ്ഥരല്ലാത്ത വിദേശികളായ അമുസ്ലിങ്ങൾക്ക് മദ്യം വാങ്ങാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഷെയർ ടാക്സി സർവീസ് ആരംഭിക്കാൻ UAE ഒരുങ്ങുന്നു. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ, അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം എന്നീ ലൊക്കേഷനുകളിൽ കൂടി സർവീസ് ആരംഭിക്കും. ഷെയർ ടാക്സി സംവിധാനത്തിന് എമിറേറ്റ്സിലെ ജനങ്ങൾ വലിയ പിന്തുണയാണ് നൽകിയത്. അതുകൊണ്ടാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.